തിരുവനന്തപുരത്തെ കാർ ഡ്രൈവറുടെ അലക്ഷ്യമായ ഡ്രൈവിംഗിൽ സ്കൂട്ടർ യാത്രക്കാരി മറിഞ്ഞു വീണ് പരിക്കേറ്റ സംഭവത്തിൽ കേസെടുക്കാത്ത പോലീസ്. ഈ മാസം 15-ന് കരിപ്പൂർ ISR റോഡിലുണ്ടായ അപകടത്തെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് തൊളിക്കോട് സ്വദേശി ജിൻസി രാജിന് 3 ലക്ഷത്തോളം രൂപയാണ് ചെലവായത്. എന്നാൽ വലിയമല പോലീസിൽ പരാതി നൽകിയെങ്കിലും 10 ദിവസമായിട്ടും കേസെടുത്തില്ല. വാഹനം ഇടിക്കാതെ കേസെടുക്കാൻ കഴിയില്ലെന്നാണ് വാദം. കാർ ഡ്രൈവറുടെ അനാസ്ഥ വെളിവാക്കുന്ന CCTV ദൃശ്യം 24-ന്. പോലീസ് സ്റ്റേഷനിൽ പോയി കേസെടുക്കാനായിട്ട് എഴുതി കൊടുത്തപ്പം പോലീസുകാർ പറഞ്ഞത് അവിടെ ആക്സിഡൻറ്റ് നടന്നിട്ടില്ല, വണ്ടി കൂട്ടി ഇടിച്ചിട്ടില്ല, നമുക്ക് വേണമെങ്കിൽ പെറ്റി കേസായിട്ട് എടുക്കാം, അതല്ലാതെ നമുക്കിത് കേസായിട്ട് ഇച്ചിരി വലിയ ഇതായിട്ട് കേസായിട്ട് ആക്സിഡൻറ്റ് കേസായിട്ട് എടുക്കാൻ പറ്റത്തില്ല എന്ന രീതിയിലാണ് അവർ സംസാരിച്ചത്. ഞങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇച്ചിരി മോശമാണ്. ഈ ഹോസ്പിറ്റലിൽ ഏകദേശം നല്ല എമൗണ്ട് ആയി, 298 അടുപ്പിച്ചായിരുന്നു. ഒത്തിരി കഷ്ടപ്പെട്ടു. ബില്ല് ഇറങ്ങുന്ന ദിവസം അതിൻ്റെ തലേന്ന് നല്ല ടെൻഷനായിരുന്നു, കരഞ്ഞിട്ടുണ്ട് അവിടെ ഇരുന്ന്. MG പ്രതീഷ് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, യഥാർത്ഥത്തിൽ ഈ വണ്ടി കാറിൽ തട്ടിയിട്ടില്ല എന്ന് നേരാണ്, പക്ഷേ അലക്ഷ്യമായി വണ്ടി വലത്തേക്ക് ഓടിച്ചു പോയതാണ് ഇവരുടെ സ്കൂട്ടർ മറിയാൻ കാരണമായിരിക്കുന്നത്. പക്ഷേ ഇത് ഒരു ആക്സിഡൻ്റ് അല്ല എന്ന രീതിയിൽ വ്യാഖ്യാനിക്കാൻ കഴിയുമോ? ആ CCTV ദൃശ്യം കാണുമ്പോൾ തന്നെ മനസ്സിലാകും ആ കാർ ഡ്രൈവർ എത്രത്തോളം അലക്ഷ്യമായാണ് വാഹനം ഓടിച്ചതെന്ന്. ഈ മാസം 15-ാം തീയതിയാണ് ഈ അപകടത്തിലേക്ക് നയിച്ച സംഭവം ഉണ്ടാകുന്നത്. തിരുവനന്തപുരം കരിപ്പൂർ ISR റോഡിലാണ് അപകടമുണ്ടായത്. രാവിലെ ജോലിക്ക് പോയ തൊളിക്കോട് സ്വദേശി ജിൻസിയാണ് അപകടത്തിൽപ്പെട്ടത്. ആ ദൃശ്യങ്ങളിൽ കാണാം ഈ സ്കൂട്ടറിൽ ജിൻസി റോഡിലൂടെ പോകുമ്പോൾ എതിർദിശയിൽ നിന്ന് വന്ന ഒരു കാറ് അലക്ഷ്യമായി വലത്തേക്ക് തിരിയുകയാണ്. അവിടെ ഒരു റൗണ്ട് അബൌട്ട് ഉണ്ട്. അതിന് തൊട്ട് മുമ്പ് പോയ കാർ കൃത്യമായി ട്രാഫിക് നിയമം പാലിച്ച് മുന്നോട്ട് പോയാണ് തിരിഞ്ഞു പോയത്. പക്ഷേ വളരെ വേഗത്തിലെത്തി ഈ ജിൻസി ഓടിച്ച സ്കൂട്ടറിന് മുന്നിലെത്തുമ്പോൾ പെട്ടെന്ന് വലത്തേക്ക് തിരിഞ്ഞ് കാറ് പോവുകയാണ് ഉണ്ടായത്. അപ്പോഴാണ് നിയന്ത്രണം വിട്ട ജിൻസി സഞ്ചരിച്ച സ്കൂട്ടർ റോഡിലേക്ക് മറിയുകയും ജിൻസിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തത്. കാലിന് അടിയന്തര ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ട്. എപ്പോൾ നടക്കാമെന്ന കാര്യത്തിൽ പോലും ഒരു കൃത്യമായൊരു മറുപടിയില്ല. ഇനി മാസങ്ങളോളം തന്നെ വീട്ടിൽ വിശ്രമത്തിൽ കഴിയണമെന്നതാണ് ആശുപത്രി അധികൃതർ നിർദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ഈ വാഹനം ഇത്തരത്തിൽ അലക്ഷ്യമായി വാഹനം ഓടിക്കുകയും അപകടത്തിലേക്ക് നയിക്കുകയും ചെയ്തിട്ട് ആ വാഹനം നിർത്താതെ പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പോലീസിൽ പരാതി നൽകി 10 ദിവസമായിട്ടും പോലീസ് അനങ്ങിയിട്ടില്ല. 5 ദിവസമായി ജിൻസിയുടെ ഭർത്താവ് ഈ വലിയമല പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുകയാണ്. വാഹനം ഇടിച്ചില്ലല്ലോ, പിന്നെ എങ്ങനെ കേസെടുക്കുമെന്നുള്ള വാദമാണ് പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ആ CCTV ദൃശ്യം പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാകും ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന്. വാഹനം ഇടിച്ചില്ലെങ്കിൽ പോലും ഈ നിരത്തുകളിൽ അലക്ഷ്യമായി വാഹനം ഓടിക്കുമ്പോൾ അത് മറ്റുള്ളവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എങ്ങനെയാണ് എന്ന് തെളിയിക്കുന്ന ഒരു ദൃശ്യം കൂടിയാണ് SKN ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏകദേശം ചികിത്സയ്ക്ക് ഇതുവരെ 3 ലക്ഷത്തോളം രൂപയാണ് ജിൻസിക്ക് ചിലവായിട്ടുള്ളത്. ജിൻസിയും ഭർത്താവും അമ്മയുമാണ് വീട്ടിലുള്ളത്. അമ്മ ഒരു വൃക്ക രോഗിയാണ്, ഡയാലിസിസിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, ഈ കിടപ്പ് രോഗിയാണ്. ആ ഒരു അവസ്ഥയിലാണ് ജിൻസിയും ഇപ്പോൾ കിടപ്പിലായിരിക്കുന്നത്. അപ്പോഴും കൃത്യമായൊരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല. വാഹനം അപകടമുണ്ടാക്കി നിർത്താതെ പോയത് ISROയിലെ തന്നെ ഒരു ഉദ്യോഗസ്ഥനാണ്. അവരുടെ ഭാഗത്ത് നിന്നും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വലിയ ഒരു മോശം സാഹചര്യം ഈ യുവതിക്ക് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത്. SKN MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. മാത്രമല്ല, വലത്തോട്ടും ഇടത്തോട്ടുമൊക്കെ നമ്മൾ ക്രോസ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് എത്താനുള്ള സ്ഥലത്തെത്താൻ സമയമായി എന്നതുകൊണ്ട് മാത്രം എതിരെ ആരും വരില്ല എന്ന് കരുതിയ ദയവ് ചെയ്ത് നിങ്ങൾ വണ്ടി ഓടിക്കരുത്. അതിൻ്റെ ഇരയാണ് ആ കുട്ടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.